ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ അത് സാധാരണ കാണുന്നത് ഒരു നമ്പറാണ്, അല്ലെങ്കിൽ 2 നമ്പേഴ്സാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള സ്റ്റഡീസ് പറയുന്നത് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ വെറും നമ്പർ മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയഗ്നോസിസ് ആണ് വേറെ അസുഖങ്ങളുടെ കാര്യത്തെപ്പറ്റി. അപ്പം ഈ ബി പി എന്ന് പറയുന്നത് ഒരു നമ്പറിൻ്റെ തിരുത്തലായിട്ട് മാത്രം കണ്ടുകൂടാ എന്നുള്ളതാണ് പറയുന്നത്. അത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പ്രഷർ നമ്മളുടെ ഹാർട്ടിൽ പമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് ബ്ലഡ് വരികയാണ്. അത് എല്ലാ സെല്ലിലും എത്തിക്കണം. നമ്മുടെ ബോഡിയിൽ ഏകദേശം 50 ട്രില്യൺ സെൽസ് ആണുള്ളത്. അപ്പോൾ എല്ലാ സെല്ലിനും ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയധികം ഏകദേശം 60 മൈൽസ് ദൂരത്തിലാണ് രക്തക്കുഴലുകളുള്ളത്. അപ്പോൾ ഇതിലേക്കെല്ലാം പമ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലഡ് നമ്മുടെ രക്തക്കുഴലുകളിൽ എന്തോരം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഒരു നമ്മൾ വാട്ടർ പമ്പ് ചെയ്യുമ്പോൾ പൈപ്പിനകത്തൂടെ ഒരു പ്രഷർ വരുമല്ലോ. ആ പ്രഷറിനെയാണ് നമ്മൾ ഈ ബി പി ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് കൂടുതലാകുമ്പോൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അത് നമ്മുടെ ബോഡിയിൽ 3 തരം സർക്കുലേഷൻ ഉണ്ട്. നമ്മൾ സിസ്റ്റമിക്, അതായത് നമ്മുടെ സാധാരണ എല്ലായിടത്തേക്കും ഉള്ളതിനെയാണ് സിസ്റ്റമിക് എന്ന് പറയുന്നത്. അതിനാണ് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ. അതാണ് നമ്മൾ ഈ ബി പി കയ്യെ കെട്ടി അളക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അത് ലിവറിൽ കൂടി ഒരു സർക്കുലേഷൻ ഉണ്ട്. പിന്നെ ലങ്സിൽ കൂടി ഒരു സർക്കുലേഷൻ ഉണ്ട്. ലിവറിൽ കൂടെയുള്ള സർക്കുലേഷന് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, പോർട്ടൽ പ്രഷർ എന്ന് പറയും. അത് കൂടുന്നതിന് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അത് ഈ ലിവർ സിറോസിസ് ഒക്കെ വരുമ്പോഴാണ് അത് കൂടുന്നത്. പിന്നെ ലങ്സിലുള്ളത് പൾമനറി ഹൈപ്പർ ടെൻഷൻ. അവിടെ പ്രഷർ കൂടി അത് പൾമനറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അത് ലങ്ങിന് രോഗങ്ങൾ വരുമോ അല്ലെങ്കിൽ ഹാർട്ടിന് രോഗം വരുമോ ചെയ്യുമ്പോഴാണ് ഈ പൾമനറി ഹൈപ്പർ ടെൻഷൻ വരുന്നത്. അപ്പം നമ്മൾ ഈ ബേസിക്കലി ഈ നമ്പർ മാത്രമല്ല, നമ്മളുടെ സിസ്റ്റമിക്, നമ്മളുടെ മൊത്തത്തിൽ ബോഡിയിലെ സർക്കുലേഷനിലെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നിരിക്കുന്നു. രക്തക്കുഴലുകൾക്ക് വികസിക്കാനുള്ള ശേഷി കുറയുന്നു, അല്ലെങ്കിൽ ബ്ലഡ് വോളിയം കുറയുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന് അതിൻ്റെ കപ്പാസിറ്റിയിൽ വ്യത്യാസം വരുന്നു. ഇതൊക്കെ കൊണ്ടാണ് നമ്മളുടെ പ്രഷർ കൂടുന്നത്. അപ്പം നമുക്ക് ബി പി അല്ല ശരിക്കും പറഞ്ഞ ഡയഗ്നോസിസ് എന്നുള്ളത് ഒരു സൈനാണ്. സിംറ്റം നമ്മുടെ പേഷ്യൻറ്റിന് ഫീൽ ചെയ്യുന്നതിന് സിംറ്റം എന്നും പറയും. നമ്മൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽ കണ്ടെത്തുന്ന ഒരു രോഗി, ഇപ്പം എനിക്ക് ക്ഷീണമാണ്, അല്ലെങ്കിൽ തലവേദനയാണ്, അല്ലെങ്കിൽ പനിയാണെന്ന് പറഞ്ഞാണല്ലോ വരുന്നത്. അത് രോഗിക്ക് തോന്നും. പിന്നെ മെഡിക്കൽ പ്രൊഫഷൻസ് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കി കാണുന്നതിനെയാണ് സൈൻ എന്ന് പറയുന്നത്. നമ്മൾ ബ്ലഡ് എടുത്ത് ബ്ലഡ് ബി പി പാറ്റസ് എടുത്ത് നോക്കി ചെയ്യുമ്പോൾ അത് ബ്ലഡ് പ്രഷർ കണ്ടുപിടിക്കുന്നത് അതൊരു സൈനാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.